ഹലോ, എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ. ഇതിപ്പോൾ രാവിലെ ഞാൻ രാവിലത്തെ ഭക്ഷണത്തിന് വേണ്ടി ദോശ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുമോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് എന്നെ കല്യാണം കഴിഞ്ഞ് ഈ കമ്പളക്കാടിക്ക് കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ ഷെമിക്കാൻ്റെ ഉമ്മ ഉണ്ടാക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഈ സംഭവം കാണുന്നത്. എൻ്റെ വീട്ടിൽ ഞാനിത് പോയി പറഞ്ഞപ്പം അവർക്കും അത്ഭുതമായിരുന്നു. അപ്പോൾ വേറൊന്നുമല്ല, മുതിര കൊണ്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പം മുതിര പൊതുവേ പറയുക കുതിരക്ക് കൊടുക്കുന്നതെന്നാണ്. പക്ഷേ മുതിരയിൽ കുറേ എന്താ പറയുക അമ്മക്ക് ഗുണമുള്ള കാര്യങ്ങളുണ്ട് കേട്ടോ മുതിര കഴിക്കുന്നത് കൊണ്ട്. അപ്പോൾ ഈ ചൂട് സമയത്ത് അത്ര നല്ലതല്ല, എന്നാൽ കൂടി മുതിര കഴിച്ച് ശീലമായവർക്ക് അതൊരു പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും. ഇന്ന് ഞാൻ കമ്പളക്കാട് എല്ലാവരും എനിക്കറിയുന്ന എല്ലാവരും തന്നെ ഈ ഒരു റെസിപ്പി ചെയ്യലുണ്ട്. അപ്പോൾ ഇവിടെ ഉമ്മ എനിക്ക് കാണിച്ചു തന്നാണ്. ഉമ്മയാണ് എനിക്കിത് പഠിപ്പിച്ചു തന്നതും. എനിക്ക് ആദ്യമൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല, പിന്നെ എനിക്ക് കൂട്ടി ശീലമായപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ ഒരു കപ്പ് മുതിര എടുത്തിട്ട് ഒന്ന് വറക്കാനായിട്ട് വെക്കുന്നുണ്ട്. ഇത് കുതിർത്തിയിട്ട് കുക്ക് ചെയ്യുന്നവരുണ്ട് കേട്ടോ. പക്ഷേ ഇവിടുത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഇത് മുതിര നല്ലോണം വറുത്ത് ഒന്ന് പൊടിച്ച് അതിൻ്റെ ഉമിയൊക്കെ ഒന്ന് കളഞ്ഞ് വേവിച്ചെടുക്കുക, അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഞാനിത് വറുത്തെടുക്കുന്നുണ്ട്. അപ്പം മുതിരയുടെ ഗുണങ്ങൾ എന്ന് പറയുന്നത് ഇത് ചീത്ത കൊഴുപ്പിനെ ഒഴിവാക്കി കളയും, പിന്നെ കലോറി വളരെ കുറവാണ്, അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. പിന്നെ നമ്മൾ ആർത്തവ സമയത്തുള്ള പ്രശ്നങ്ങൾ ഒക്കെ ഈ മുതിര കഴിക്കുന്നതുകൊണ്ട് ഇല്ലാണ്ടാവും കേട്ടോ. പിന്നെ മുതിര നല്ല ചൂടാണ്. അപ്പോൾ ചൂടുകാലത്ത് കഴിക്കുന്നവർ മുതിരയും ചെറുപയറും ഒരുമിച്ച് ഉണ്ടാക്കി കഴിക്കുന്ന ഒരു രീതിയുണ്ട്. അത് ഇതുപോലെ തന്നെയാണ്, അതിൻ്റെ കൂടെ കുറച്ച് ചെറുപയറും കൂടി കൂട്ടുന്നു മാത്രം. പക്ഷേ ഇത് ശീലമായവർക്കൊന്നും പ്രശ്നമില്ല. പിന്നെ ഇത് തടി മെലിയാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ മുതിര കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. നമ്മളെ പിന്നെ എന്താ പറയുക ഹാർട്ടിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനും ഈ മുതിര കഴിക്കുന്നത് നല്ലതാണ്. അങ്ങനെ കുറേ ഗുണങ്ങളുള്ള ഒരു സാധനമാണ് മുതിര. ഇത് കുതിരക്ക് കൊടുക്കുന്ന ഫുഡാണ് എന്ന് പറഞ്ഞ് ഒഴിവാക്കി കളയുന്നവരോട് പറയാണ്, മനുഷ്യരിത് കഴിച്ചിട്ടുണ്ടെങ്കിലും നല്ല ഗുണങ്ങൾ തന്നെയാണ്. മനുഷ്യർ കഴിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ കുറേ പേർക്ക് അങ്ങനെയുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് കുക്ക് ചെയ്തത് ഞാൻ കാണിച്ചത്. ഞാനത് നല്ലോണം വറുത്തതുണ്ടോ കളറ് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് ചൂടാറി കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെന്ന് പറഞ്ഞാൽ ഫൈനായിട്ടല്ല, ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാനത് ആ പാനിൽ നിന്നൊന്ന് മാറ്റി കൊടുക്കുകയാണ്. പാനിൽ നിന്ന് മാറ്റുന്ന എന്തിനാ വെച്ചാൽ പാനിൻ്റെ ചൂടുകൊണ്ട് ഇത് ഒന്നും കൂടി ഇങ്ങനെ എന്താ പറയുക ഡ്രൈ ആയി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പാനിൽ നിന്ന് മാറ്റിയിട്ട് ഒന്ന് ചൂടാറ്റി എടുക്കുന്നുണ്ട്. എന്നിട്ട് മിക്സിയിലെ ചെറിയ ജാറിലേക്ക് ഇത് മൊത്തത്തിലൊന്നിട്ട് ഇട്ട് കൊടുത്തിട്ട് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്, അതായത് ഒന്ന് നുറുക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉമിയൊക്കെ ഒന്ന് പോയി കിട്ടും, കുറേയൊക്കെ ഉമി അങ്ങ് പോയി കിട്ടും. പിന്നെ മുതിര വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക, കല്ലുണ്ടാകും, അതൊന്ന് കളഞ്ഞിട്ട് വേണം ഈ പരിപാടിയൊക്കെ ചെയ്യാൻ കേട്ടോ. കല്ലുണ്ടോ നോക്കിയിട്ട് അത് കളഞ്ഞിട്ട് വേണം. അപ്പോൾ ഇതാ ഞാൻ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മനസ്സിലാവും, കുറച്ച് തരിയല്ല, അത് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിഞ്ഞ് കിട്ടി, അത്രയേ ഉള്ളൂ. അങ്ങനെ ഒന്ന് പൊടിച്ചെടുക്കുക. ഒരു 2 കറക്കൽ ഇങ്ങനെ ഫസ്റ്റിലിട്ട് കറക്കുമ്പോൾ അത് ഇതുപോലെ ആയി കിട്ടും. ഇനി ഇത് ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കുകയാണ്. നിങ്ങൾക്കിതിങ്ങനെ മുറത്തിലിട്ടിട്ട് എന്താ അതിന് പറയുക, പാറ്റിയെടുക്കുക. അങ്ങനെ ഇതിൻ്റെ ഉമ്മി കളയാൻ പറ്റുമെങ്കിൽ അങ്ങനെ കളയുക. അപ്പോൾ എനിക്ക് അങ്ങനത്തെ പരിപാടി അറിയില്ല, അതുകൊണ്ട് ഞാനിതിൽ കുറച്ച് വെള്ളം ഒഴിക്കുമ്പോൾ ആ ഉമി അതിൻ്റെ തൊലി മൊത്തം മുകളിലേക്ക് ഇങ്ങനെ പൊന്തി വരും. അങ്ങനെ 2-3 പ്രാവശ്യം കഴുകിയെടുക്കുമ്പോൾ കംപ്ലീറ്റ് ഉമി അങ്ങ് പോയി കിട്ടും. അപ്പോൾ ഞാൻ അങ്ങനെ കഴുകിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ മുതിര നല്ലോണം കഴുകിയെടുത്തു. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അതിൽ ഉമ്മിയൊക്കെ ഏറെക്കുറെ പോയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് വെള്ളത്തോടെ തന്നെ ഞാനൊരു ചെറിയ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് വലിയ കാര്യമായിട്ടുള്ള പണികളൊന്നുമില്ല കേട്ടോ, സിമ്പിളാണ്, പക്ഷെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു കറിയാണ്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഇപ്പോൾ ഇടുന്നില്ല. അത് രണ്ടും മാത്രം ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുന്നു. അപ്പോൾ കുക്കറിൽ വെക്കുമ്പോൾ വെളിച്ചെണ്ണ എന്തിനാണ് ഒഴിക്കുന്നതെന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ കുക്കറിൻ്റെ വിസിൽ വരുമ്പോൾ അങ്ങനെ പതഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്.
ഇനി ഇതൊരു 2 വിസിൽ വന്നാൽ മതി. 2 വിസിൽ വരുമ്പോൾ തന്നെ അത് നല്ലോണം കുക്കായിട്ടുണ്ടാകും. എന്നിട്ട് എയർ കംപ്ലീറ്റ് പോയതിന് ശേഷം തുറന്ന് നോക്കാം. അപ്പോൾ ഇതാ എയർ കംപ്ലീറ്റ് പോയതിന് ശേഷം ഞാൻ തുറന്നിട്ടുണ്ട്. കറക്റ്റ് കുക്കായി വന്നിട്ടുണ്ട്. അത്രേ വേണ്ടുള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇത് ഒന്ന് ചൂടാറണം, എന്നാലേ നമുക്ക് അടുത്ത പരിപാടി തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ജസ്റ്റ് ചൂടാറാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക. ചെറുതായിട്ടൊന്ന് ചൂടാറി വന്നാൽ മതി. ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇത് ചൂടാറുമ്പോൾ മിക്സീൻ്റെ ജാറിൽ, വലിയ ജാറിലിട്ടിട്ട് നമ്മൾ ജ്യൂസറിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ചൂടാറുന്ന സമയം കൊണ്ട് കുറച്ച് ചെറിയുള്ളി, അതായത് ചുവന്നുള്ളി, അത് കുറച്ച് എന്താ പറയുക, കുനുകുനിയായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനത് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ വേറെ ഒരു ഇൻഗ്രീഡിയൻസും തക്കാളി, ഉള്ളി അങ്ങനത്തെ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. ഇത് ഭയങ്കര ടേസ്റ്റുമാണ് ഇങ്ങനെ ചെയ്താൽ തന്നെ. അപ്പോൾ ചൂടാറിയിട്ടുണ്ട്. ഞാൻ മിക്സീൻ്റെ ഒരു ജാറിലേക്ക് അത് മൊത്തത്തിൽ ഇട്ട് കൊടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഒരു ജ്യൂസ് പോലെ അടിച്ചെടുക്കുന്നുണ്ട്. നല്ല ലൂസായിട്ടല്ല, കുറച്ച് തിക്കായിട്ട് തന്നെ അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം കുറച്ച് ഒഴിക്കണം കേട്ടോ. വെള്ളം ഒഴിക്കാണ്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ അരഞ്ഞു കിട്ടില്ല. വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് അത് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ മുതിര അടിച്ചെടുത്ത് കുറച്ച് തിക്കായിട്ടാണ് വന്ന്, അത്ര തിക്നെസ് വേണ്ട. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഏകദേശം കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് വറുത്തൊഴിക്കുമ്പോൾ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി ഇതാ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ നല്ലോണം ചൂടായി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചുവന്നുള്ളി ഇട്ട് കൊടുക്കുക. ചുവന്നുള്ളി ഇട്ട് അതൊരു ഗോൾഡൻ കളറാകുന്ന വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൽ വേറൊരു സംഭവം ഇടുന്നില്ല കേട്ടോ. ഇത് ഇങ്ങനെ തന്നെ ദോശയുടെ കൂടെ, ചോറിൻ്റെ കൂടെ, നമുക്കൊരു ചെറിയ ചിക്കനോ മീനോ അല്ലെങ്കിൽ ബീഫോ സൈഡ് ഡിഷായിട്ടുണ്ട് എങ്കിൽ ഇത് അടിപൊളിയാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ ആണെങ്കിലും, ഇവിടെ ഓട്ടട, ദോശ, അങ്ങനെ എന്തെന്നെ ഫുഡാണെങ്കിലും ഇത് രാവിലെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. വേനൽക്കാലം എന്നില്ല, മഴക്കാലം എന്നില്ല, അങ്ങനത്തെ ഒന്നുമില്ല. ഇവിടെ എല്ലാവരും എല്ലാ സീസണിലും ഇതുണ്ടാക്കി കഴിക്കലുണ്ട്. അപ്പോൾ ചൂടുകാലത്ത് കഴിക്കുക എന്ന് പറയുമ്പം മുതിര നല്ല ചൂടാണെന്ന് പറയാറുണ്ട്. എങ്കിൽ കൂടി ഇവിടെ ചൂടുകാലത്തും കഴിക്കാറുണ്ട്. ആർക്കും അതുകൊണ്ടൊരു പ്രോബ്ലം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ എന്താ പറയുക, ചീത്ത കൊഴുപ്പൊക്കെ ഉണ്ടെങ്കിൽ ഈ മുതിര കഴിക്കുന്നതിനെ കൊണ്ട് പെട്ടെന്ന് ഇല്ലാതായി കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഇതാ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് നമ്മളെ ചുവന്നുള്ളി. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അടിച്ച് വെച്ച മുതിര അതിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് തിക്കാണിപ്പം. അതുകൊണ്ട് ഞാൻ ആ മിക്സീൻ്റെ ജാറിൽ ഒന്ന് കഴുകിയിട്ട് ആ വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കുന്നുണ്ട്. കാരണം ഇത് കുറച്ച് നേരം നമ്മൾ വെച്ച് കഴിയുമ്പം അടിച്ചെടുത്തുകൊണ്ട് ഒന്നും കൂടിയും ടൈറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ചും കൂടി ലൂസാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് തിളച്ച് വരാൻ വെയിറ്റ് ചെയ്യുക. തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ റെസിപ്പിയാണ്, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുകയും ചെയ്യുക. ഉപകാരപ്രദമായെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക. അപ്പോൾ എല്ലാവരും എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ അറിയാത്തവരാണെങ്കിൽ നിങ്ങളെ പോലെ തന്നെ അറിയാത്ത മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിവിടെ ഞാൻ ഇന്ന് ചോറിനാണ് ഈ ഒരു മുതിരക്കറി ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ
അപ്പോൾ ഇതാ നമ്മളെ മുതിരക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ബീഫ് വരട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ബീഫ് വരട്ടും മുതിരക്കറിയും ചോറുമാണ്. അടിപൊളിയാണ് കേട്ടോ. എന്തായാലും നല്ല എരിവുള്ള ബീഫ് കറിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എരിവുള്ള ചിക്കൻ കറി, നല്ല എരിവുള്ള കറികളുടെ കൂടെ ഒരു സൈഡ് ഡിഷായിട്ടോ അല്ലെങ്കിൽ നല്ല ഒഴിച്ചുകറി ആയിട്ടോ ഒക്കെ ഈ മുതിരക്കറി ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല എന്താ പറയുക, നല്ലൊരു രസമായിരിക്കും ഭക്ഷണം കഴിക്കാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ നല്ല എരിവുള്ള കറീൻ്റെ കൂടെ എരിവുള്ള കറികൾ വെക്കുമ്പോൾ ഞാൻ അതിൻ്റെ കൂടെ ചെറുതായിട്ട് ഒന്ന് സൈഡിൽ ഈ ഒരു മുതിരക്കറിയും കൂടി ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ അടിപൊളിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതി അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.